ഹലോ യുവേഴ്സ്, മേരാ പ്രിയ ദർശകോ, എൻ്റെ പ്രിയ കാഴ്ചക്കാരെ, എൻ നൻപറുകളെ, മേരെ സാഥിയോ. ടുഡേ ഐ ആം ഗിവിംഗ് യു സം ക്വസ്റ്റ്യൻസ്, എക്സാം ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഇൻ ഫിസിക്സ് 10th സ്റ്റാൻഡേർഡ് സ്റ്റേറ്റ് സിലബസ്. അപ്പോൾ ഞാനിന്ന് തരാൻ പോകുന്നത് 10ാം ക്ലാസ്സിലെ കുറച്ച് ഇംഗ്ലീഷ് ഫിസിക്സ്, അതായത് എക്സാം ബേസ്ഡ് ക്വസ്റ്റ്യൻസാണ്. വളരെ സ്പീഡിലെടുത്ത് പോകണം, കാരണം എല്ലാം എടുത്ത് തരാനുള്ള സമയമില്ല. അപ്പോൾ നമുക്ക് നോക്കാം. ഈ പാർട്ട് 2 നിങ്ങളുടെ ടെക്സ്റ്റിലെ ലാസ്റ്റ് ലെസൺ എനർജി മാനേജ്മെൻറ്റ്. എനർജി അറിയാൻ നമുക്കല്ലേ, ഊർജ്ജം, അതിനെ നമുക്ക് എങ്ങനെ സംരക്ഷിക്കാം, ഏതൊക്കെ തരത്തിലുള്ള ഊർജ്ജങ്ങളുണ്ട് എന്നാണ് ഇതിൽ പറയുന്നത് ഈ ചാപ്റ്റർ. അപ്പോൾ നമ്മൾ പറയല്ലേ, ഇറ്റ് ഈസ് സെഡ് ദാറ്റ് എനർജി ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ഡെസ്ട്രോയ്. അപ്പോൾ നമുക്ക് ഊർജ്ജത്തെ ഉണ്ടാക്കിയെടുക്കാൻ, ക്രിയേറ്റ് ചെയ്യാൻ കഴിയില്ല, അതുപോലെ ഡെസ്ട്രോയ് ചെയ്യാനും കഴിയില്ല, ഒപ്പം നമ്മൾ നശിപ്പിക്കാനും കഴിയില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അതിലേക്കൊന്നും കിടക്കുന്ന നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് പോവാം പെട്ടെന്ന്. അപ്പോൾ അറിയില്ല, ഈ പ്രോപ്പർട്ടീസ് ഓഫ് നമ്മൾ ക്ലാസിഫൈ, നമുക്ക് ഈ സോളിഡ്, അതുപോലെ ലിക്വിഡ്, ഗ്യാസ് അല്ലേ, പിന്നെ പ്ലാസ്മ പറഞ്ഞൊരു സ്റ്റേജ് ഉണ്ട് കേട്ടോ, 4th സ്റ്റേജ്, അതിലേക്ക് കിടക്കുന്നില്ല. അപ്പോൾ അങ്ങനെ 3 തരമാണല്ലേ ഓരോ പദാർത്ഥങ്ങൾ, ഓരോ വസ്തുക്കളും. അപ്പോൾ അതിൽ നമുക്ക് അതിന് എക്സാമ്പിൾ എഴുതാൻ പറയാം നിങ്ങൾക്ക്, വളരെ എളുപ്പമാണ്. ഇപ്പോൾ സോളിഡായിട്ട് എന്തും വരാം അല്ലേ, ഇപ്പോൾ ഫയർവുഡ് വരാം, എന്തെങ്കിലും സാധനം, സ്റ്റോൺ അല്ലേ, അതുപോലെ ലിക്വിഡ് കെറോസിൻ, കോക്കനട്ട് ഓയിൽ, എനിത്തിങ്. ഗ്യാസ് നമുക്ക് ബയോഗ്യാസ്, ഓക്സിജൻ, അങ്ങനെ എന്ത് വേണമെങ്കിലും എഴുതാം. അതുപോലെ തന്നെ ഇതിൽ പിന്നെ നമുക്ക് പ്രധാനമായിട്ടത് ഒരു ഫ്യൂവൽ, അതായത് വാട്ട് ആർ ദി കണ്ടീഷൻ ഫേവറബിൾ ഫോർ ദി കംപ്ലീറ്റ് കമ്പോസിഷൻ ഓഫ് ഡിഫറെൻറ്റ് ഫ്യൂൽസ്. ഇപ്പോൾ എന്തൊക്കെ ഉണ്ടായിരിക്കണം, ഒരു പൂർണ്ണമായും ഒരു ഇന്ധനം കത്തുവാൻ ഉള്ള സവിശേഷതകൾ എന്തൊക്കെ ഉണ്ടായിരിക്കണം ഇന്ധനങ്ങൾ. അതിൽ ഫസ്റ്റ് വൺ അറിയാം, ദി സോളിഡ് ഫ്യൂവൽസ് മസ്റ്റ് ബി ഡ്രൈ അല്ലേ, അതായത് സോളിഡായിട്ടുള്ള ഫ്യൂവൽസ്, അതായത് വിറക് പോലെയുള്ള സാധനങ്ങൾ ഉണങ്ങിയിരിക്കണം, എന്നാലും പെട്ടെന്ന് നമുക്ക് അതിനെ കമ്പോസ്റ്റ് ചെയ്യാൻ കഴിയും അല്ലെ, പെട്ടെന്ന് കത്തിക്കാൻ കഴിയും. അതുപോലെ ലിക്വിഡ് ഫ്യൂവൽസ് മസ്റ്റ് ബി എവാപ്പറേറ്റ് ഈസിലി. ലിക്വിഡായിട്ടുള്ള ഫ്യൂവൽസ് ഉണ്ടല്ലേ, ദ്രാവക രൂപത്തിലുള്ള ഇന്ധനങ്ങൾ, അപ്പോൾ എവാപ്പറേറ്റ് പറഞ്ഞാൽ ആവിയായി പോകണം വളരെ വേഗത്തിൽ. അതുപോലെ തന്നെ ദി ഇഗ്നിഷൻ ടെമ്പറേച്ചർ ഷുഡ് ബി അറ്റൈൻഡ്. അപ്പോൾ നമുക്കിത് ചൂടാവാനുള്ള ഒരു ടെമ്പറേച്ചർ, ഊഷ്മാവ് എപ്പോഴും നമ്മൾ നിലനിർത്തിക്കൊണ്ടിരിക്കും. ദെൻ സഫിഷ്യൻറ്റ് ഓക്സിജൻ മസ്റ്റ് ബി അവൈലബിൾ ഫോർ ബേണിങ് അല്ല, അത്യാവശ്യമായിട്ടുള്ള ആവശ്യമായ ഓക്സിജൻ ലഭിച്ചുകൊണ്ടിരിക്കണം. ഓക്സിജൻ വേണം കത്താനായിട്ട് അല്ലേ, നമുക്കറിയാം, ഓക്സിജൻ ഇല്ലെങ്കിൽ ഒന്നും എന്ത് ചെയ്യില്ല, കത്തില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അതിൽ ഉണ്ടായിരിക്കണം. ഇത് നിങ്ങൾ നോട്ട് ചെയ്യണം, അതിന് ചോദ്യങ്ങൾ വരും അല്ലേ. അപ്പോൾ നമുക്കറിയാം പലതരം ഫ്യൂവൽസ് ഉണ്ട് അല്ലേ. അപ്പോൾ നമുക്കറിയാം ഫോസിൽ ഫ്യൂവൽസ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ. വാട്ട് ആർ ദീസ് ഫോസിൽ ഫ്യൂവൽസ് നമുക്കറിയാമല്ലേ, ഒരുപാട് വർഷങ്ങളായി ഭൂമിയുടെ താഴെ, അത് ചെടികളുടെ ആവാം, മൃഗങ്ങളുടെ ആവാം, അവശിഷ്ടങ്ങൾ അടിഞ്ഞുകൂടും അല്ലേ. അപ്പോൾ ഉയർന്ന ഊഷ്മാവ്, അതുപോലെ തന്നെ ഉയർന്ന പ്രഷർ, മർദ്ദം, ഇത് കാരണമൊക്കെ ഇപ്പം അങ്ങനെ ഭൂമിയുടെ അടിയിൽ ഞെരിഞ്ഞ് കൊണ്ടിരിക്കും. അപ്പോൾ അതിന് ഉദാഹരണമാണ് പെട്രോൾ, കോൾ അല്ലേ, അത് ഇതിനൊക്കെ എക്സാമ്പിളായിട്ടുള്ളതാണ്. അതുപോലെ തന്നെ നമുക്ക് പിന്നെ എന്ത് പറയാം, നാച്ചുറൽ ഗ്യാസസ് ഇതെല്ലാം. അപ്പോൾ നമുക്കിതിനെന്ത് പറയാം, ഫോസിൽ ഫ്യൂവൽസ് ആർ ഫോംഡ് ബൈ ദി ട്രാൻസ്ഫോർമേഷൻ ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ദാറ്റ് വെന്റ് അണ്ടർ ദി എർത്ത്സ് ക്രസ്റ്റ് മില്യൺ ഇയേഴ്സ് എഗോ. അപ്പോൾ എർത്തിൻ്റെ അടിയിലേക്ക് അല്ലെ കോടിക്കണക്കിന് വർഷം അടിഞ്ഞുകൂടുന്ന, അത്രയും വർഷം കഴിയുമ്പോഴാണ് ഇവ ഫോസിൽ ആയിട്ട് മാറുന്നത് അല്ലേ. അപ്പോൾ ഒരുപാട് അവശിഷ്ടങ്ങൾ പല ഭാഗങ്ങളിൽ നിന്നും ഇത് കണ്ടെടുത്തിട്ടുണ്ട്, പല ജീവികളെയും മറ്റൊക്കെ അല്ലേ. അപ്പോൾ ഡിനോസറൊക്കെ ഒരു എക്സാമ്പിളാണ് അതിന്. അപ്പോൾ ഇത് ശ്രദ്ധിക്കണേ, വാട്ട് ആർ ഫോസിൽ ഫ്യൂവൽസ് ക്വസ്റ്റ്യൻ വരാം. അതുപോലെ തന്നെ 3 തരത്തിലുള്ള പറഞ്ഞില്ലേ, സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് ആൻഡ് പ്ലാസ്മ. 4th വൺ അല്ലെ, പ്ലാസ്മ എന്ന് പറഞ്ഞാൽ ഇവിടെ എക്സിസ്റ്റിംഗ് സ്റ്റേജ് അല്ല. നമുക്കറിയാം സൂര്യനിലൊക്കെ വരുന്ന ചൂടിൽ ഏറ്റവും അടുത്തുള്ള പദാർത്ഥം പ്ലാസ്മ രൂപത്തിലേ വരും എന്നാണ് പറയുന്നത്. ഏതായാലും അപ്പോൾ ഞാൻ കൂടുതൽ നീട്ടുന്നില്ല, ഇനിയും ഈ ക്ലാസ് കണ്ടിന്യൂ ചെയ്യും. പെട്ടെന്ന് എടുത്തു തീർക്കാൻ കുറച്ചായിട്ട് നിങ്ങൾക്ക് തരാം, കുറച്ചായിട്ട് മുന്നോട്ട് പോകാം അല്ലേ. വി വിൽ മൂവ് സ്ലോലി ഫോർവേഡ്. ഓക്കെ ദെൻ, സീ യു ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ.